ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരുവൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ജീവിതത്തിൽ നേടിയതെല്ലാം പ്രയോജനമില്ലാതെ പോകുമെന്ന്. സ്തോത്രം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, സ്തോത്രം, അവനിലെ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ എത്ര വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ കുടുംബ മാഹാത്മ്യമുണ്ടെന്ന് പറഞ്ഞാലും, ആവശ്യത്തിലധികം തൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് ചിന്തിച്ചാലും, പേരും പ്രശസ്തിയുമുണ്ടെങ്കിലും, സൗന്ദര്യം കൊണ്ട് താൻ സമൂഹത്തിൽ ശ്രേഷ്ഠനെന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തെങ്കിലും, ദൈവിക പരിജ്ഞാനം തന്നിലില്ലാതെ പോയാൽ സ്വത്രം നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണെന്നാണ് പറയുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ മനുഷ്യനെ വിവേകമില്ലാതെ പോകുന്നത് കൊണ്ട് മൃഗത്തിനോട് തുല്യമായി കർത്താവ് ഉപമിച്ചിരിക്കുന്നത്? നമ്മളൊരു പാട്ടുകാരൻ പാടിയൊരു പാട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. സ്വത്രം. അപ്പൊ നിർത്തിയ ദൈവത്തിന് നാം മഹത്വം കൊടുക്കാതെ പോയാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവവും, ആകാശവും ഭൂമിയും അതിനകത്തു വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കി തന്നിട്ട് സർവശക്തനായ ദൈവം താൻ ഉണ്ടാക്കിയ മനുഷ്യനോട് പറഞ്ഞതാ, നിന്റെ ദൈവമായ യഹോവയെ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. സ്വത്രം. വെള്ളത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ കരയിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ സേവിക്കരുത്. സ്വത്രം. അതിനെ സേവിച്ചാൽ നീയും അതുപോലെ ആർക്കും പ്രയോജനമില്ലാതെ ഒരു മരത്തടി നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ദ്രവിച്ച് ഇല്ലാതെയാകും. ആകയാൽ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ നീ തിരയുകയും ചെയ്താൽ നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് അതിൽ നിന്ന് നിനക്ക് പ്രാപിപ്പാൻ കഴിയും. സ്തോത്രം. സർവശക്തനായ ദൈവം തൻ്റെ ജനത്തോട്, താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളോട് പറഞ്ഞതാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ ഉള്ള ബുദ്ധി തന്നത് സർവശക്തനായ ദൈവമാണെന്നുള്ള ചിന്ത നിനക്കകത്തുണ്ടെങ്കിൽ നിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. കുടുംബം ദൈവമാണ് നിനക്ക് തന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ സ്വസ്ഥത നിനക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ അധ്വാനിച്ച പണം ദൈവമാണ് നിന്റെ കരത്തിൽ തന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, അധ്വാനിക്കാനുള്ള ആരോഗ്യവും ബലവും തന്നതും ഈ നന്മ തന്നതും ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ നന്മ ഒരിക്കലും നിന്റെ കരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകത്തില്ല. ലോകം നിനക്ക് തന്ന ഒരു പേരുണ്ട്. സ്തോത്രം. നിന്റെ അപ്പനും അമ്മയും നിനക്കൊരു പേരുണ്ട്. ദൈവം വിളിച്ച ഒരു പേര് നിനക്കുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ലോകം തന്ന പേര് മോശമാണ്, നിന്റെ അപ്പനും അമ്മയിട്ട പേര് ശ്രേഷ്ഠമാണ്. ആ പേരിലൂടെ നീ സമൂഹത്തിൽ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിക്കാൻ നിന്നെ സഹായിച്ചത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പേര് ഒരിക്കലും കളങ്കം വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനി ഈ ഭൂമിയിൽ എല്ലാം ഉണ്ടായിട്ടും നീ ഒരു വിരൂപനാണെങ്കിൽ, നിന്നെ കാണാൻ കൊള്ളത്തില്ലെങ്കിൽ പലരും നിന്നെ മാറ്റി നിർത്തും. എന്നാൽ ഏറ്റവും മനോഹരമായി നല്ല സൗന്ദര്യത്തിൽ നിന്നെ ഉരുവാക്കിയ ദൈവത്തിന് നീ മഹത്വം കൊടുത്താൽ ഒരിക്കലും ആ സൗന്ദര്യമുള്ള നിന്റെ മുഖം കരുവാളിപ്പായി മാറത്തില്ല. സ്തോത്രം. ലോകത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളും നാം കണ്ടു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ കല്യാണത്തിന് നമ്മൾ ഈ സഹോദരിമാരെ നന്നായി ഒരുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. ആ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ശോഭയാ, പ്രത്യേക അഴകാ. പക്ഷേ ആ കല്യാണം കഴിഞ്ഞ് ആ സഹോദരി ഒന്ന് കാണണം. സ്തോത്രം. കറുത്ത് കരുവാളിച്ച്, സ്തോത്രം, പിന്നീട് ആ മുഖം കഴുകിയാൽ പോലും ആ പഴയ സൗന്ദര്യം, ആ ഉണ്ടാക്കിയ കൃത്രിമമായ സൗന്ദര്യം വീണ്ടെടുക്കാൻ കഴിയാതെ പോകുക. അതുകൊണ്ട് ദൈവം തന്ന സൗന്ദര്യം അത് ദൈവത്തിന് മഹത്വം
മഹത്വമുള്ളതായി കൊടുക്കുമ്പോൾ അത് അനേകർ ഇഷ്ടപ്പെടുന്നതായി തീരും. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എവിടുന്നത് കിട്ടുമെന്നറിയാമോ? സ്വത്രം. ഏത് കടയിൽ ചെന്നാലും നമുക്ക് കുറേ ഫെയർ ആൻഡ് ലവ്ലി കിട്ടും, കുറേ ഫേസ് വാഷ് കിട്ടും, പക്ഷെ സൗന്ദര്യം കിട്ടത്തില്ല. അത് തന്ന ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ കൊടുത്താൽ മാത്രമേ അത് എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ബുദ്ധിക്കും ശക്തിക്കും കഴിവിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വം നീ അന്വേഷിപ്പാൻ തയ്യാറായാലുണ്ടല്ലോ, ഒന്നിനും ഒരു കുറവുമില്ലാതെ ദീർഘായുസ് കൊണ്ട് കർത്താവ് നിന്നെ നടത്തും. സ്തോത്രം. ഇനി ഒരു മേഖലയിലും ഒരു കുറവ് വന്ന് നീ കരയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷേ പലപ്പോഴും നാം ചെയ്യുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ കൈയുടെ ബലം കൊണ്ട് നേടിയത് കൊണ്ട് പലതും വെട്ടിപ്പിടിക്കാമെന്ന് ആഗ്രഹിച്ച് നാം വിശ്രമമില്ലാതെ ഓടുമ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണാനും ഉടുക്കാനും പലപ്പോഴും മറന്നു പോകുന്നു. ഇനി ഉണ്ണാനുണ്ടെങ്കിലും ഉടുക്കുന്നത് പലപ്പോഴും തികയ്ക്കാതെ പോകുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ജീവിതത്തിൽ കൂടപ്പിറപ്പുകളെ, കൂട്ടാളിയെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. സ്തോത്രം. സമൂഹത്തിൽ മറ്റുള്ള അംഗീകരിക്കാൻ മറന്നു പോകുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിൻ്റെ അകത്ത് കടന്നുകൂടിയിരിക്കുന്ന ദ്രവ്യാഗ്രഹവും സ്ഥാനമാനങ്ങളും പദവികളും നിന്നെ ഒരു മനുഷ്യനല്ലാതെ ഒരു മൃഗമാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ മാനത്തോട് എത്ര ഉയർന്നാലും വിവേകം നഷ്ടപ്പെട്ടു പോയാൽ നീ മൃഗത്തിന് തുല്യനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മൃഗസ്വഭാവത്തിൽ കിടന്ന നമ്മെ, പാപത്തിൽ കിടന്ന നമ്മെ, അന്ധകാരത്തിൽ കിടന്ന നമ്മെ കാൽവറി ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുക്കുവാൻ സ്വർഗ്ഗലോകത്തു നിന്ന് താണലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ സ്നേഹമുണ്ടല്ലോ, അത് നിൻ്റെ അകത്തു വന്നാൽ ഒരു സിംഹമായിരുന്ന നിന്നെ കുഞ്ഞാടാക്കി മാറ്റാൻ അതിന് കഴിയും. സ്തോത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, സർവശക്തനായ ദൈവം പറയാ, പൊന്നിലും തങ്കത്തിലും അധികമാ നിന്റെ ശോഭ. അത് ശ്രേഷ്ഠകരമായി സമൂഹത്തിൻ്റെ മുമ്പിൽ സർവശക്തനായ ദൈവം തന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം ജാഗ്രതയോടെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന്. സ്തോത്രം. ജാഗ്രതയോടെ, ശ്രദ്ധയോടെ കർത്താവ് എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് നീയൊന്ന് യാത്ര ചെയ്യുമെങ്കിൽ നിന്റെ കൂടപ്പിറപ്പുകളേക്കാൾ, നിന്റെ കുടുംബക്കാരേക്കാൾ, നിന്റെ സ്നേഹിതരേക്കാൾ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വ്യക്തി, മാനിക്കപ്പെട്ട വ്യക്തി നീയായിരിക്കും, നിന്റെ തലമുറയായിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 അധ്യായം 17 മുതൽ 21 വരെ. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 അധ്യായം 17 മുതൽ 21 വരെ. പ്രൈസ് ദി ലോർഡ്. ഒരു ധനവാനായ മനുഷ്യൻ തൻ്റെ വിളവ് തൻ്റെ വയലിൽ ധാരാളമായി വിളഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് അതിയായ സന്തോഷമുണ്ടായി. സ്തോത്രം. അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ എൻ്റെ കളപ്പുരയ്ക്കകത്ത് ഈ വിളവെല്ലാം കൂടെ കൂട്ടിവെക്കാൻ കഴിയത്തില്ല, ഞാൻ എന്തു ചെയ്യും? അത് ഇടിച്ച് പൊളിച്ച് ഒരു വലിയ കലവറ പണിയണമല്ലോ, അതിന് എത്ര സമയമെടുക്കും? വല്ലാത്ത ചിന്ത അവൻ്റെ ഹൃദയത്തിനകത്ത് വന്നു വീണിട്ട് അവൻ വെപ്രാളപ്പെടാൻ തുടങ്ങി, അവൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകത്തിലെ നന്മ കണ്ടിട്ടും, ലോകത്തിലെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടും, ലോകത്തിലെ അംഗീകാരം കണ്ടിട്ടും നീ ടെൻഷൻ അടിക്കണ്ട. ദൈവമാണ് നിനക്കത് തന്നതെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വരുന്ന സമയം വരെയും ഒരനർത്ഥവും വരത്തില്ല. പക്ഷെ നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തിലാണ് നീ അതിനെ കാണുന്നെങ്കിൽ ധനവാനെ പോലെ വ്യാകുലപ്പെട്ട് മനം കലങ്ങി സ്വസ്ഥത നഷ്ടപ്പെട്ട നീ ലോകത്തിലേക്ക് നോക്കുവാനിടയായിത്തീരും. ഈ നല്ല പകലിൽ പറയട്ടെ കുഞ്ഞെ, ആ ധനവാൻ പറഞ്ഞത് തൻ്റെ കളപ്പുര കൂട്ടിവെക്കാൻ തികയാതെ വരുന്നുണ്ട്, ഞാനതിനെ പൊളിച്ചു പണിയും. എന്നിട്ട് പറയാ, ഏറിയ കാലം കഴിയേണ്ടതിന് ഞാൻ എൻ്റെ സമ്പത്തെല്ലാം അതിനകത്ത് കൂട്ടിവെക്കും.
എന്നിട്ട് ഞാൻ ആരെയും ആശ്രയിക്കാതെ സുഖമായി ജീവിക്കും. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ സ്തോത്രം. പാട്ടുകാരൻ പാടുന്നു, സുഖമായി വാഴാമെന്ന് നിനച്ചിടേണ്ട, സുഖിക്കുവാനുള്ള കാലം ഇവിടെയല്ല, ഒരുക്കിടുന്നു സ്വർഗഭവനമൊന്നുണ്ട്. ഈ ലോകത്തിൽ നീ ആഗ്രഹിക്കുന്ന സുഖവും സന്തോഷവും നിനക്ക് ലഭിക്കത്തില്ല. അത് ഈ ധനവാനിലൂടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം വാരി കൂട്ടി വെച്ചിട്ട് സ്തോത്രം അവൻ സുഖമായി കിടന്നുറങ്ങുകയാ. സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, ഇന്നേക്കും ചില വർഷങ്ങൾക്ക് മുമ്പ് വാരി കൂട്ടി വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം വീടിനകത്ത് കൂത്തിയിരുന്ന് ഞരങ്ങി കരഞ്ഞ് മരണം തന്നെ ഏത് നിമിഷത്തും കടന്നു പിടിക്കാമെന്ന് പറഞ്ഞ് വല്ലാത്ത കഷ്ടത്തിലായപ്പോൾ ആ കഷ്ടത്തിനകത്തൂടെ കടത്തിവിടാതെ, നീ അന്വേഷിക്കാതെ, നീ അധ്വാനിക്കാതെ, നീ വിയർപ്പൊഴുക്കാതെ ദാനമായി ലഭിച്ച നന്മ കൊണ്ട് 2 വർഷക്കാലം കോവിഡിന്റെ കാലത്ത് നീ നിന്റെ കുഞ്ഞുങ്ങളും പുലർത്തപ്പെട്ടെങ്കിൽ, കുഞ്ഞെ, അത് നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല. നീ മുട്ടിപ്പായി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങളെ കാക്കുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമെന്ന് നീ പറഞ്ഞപ്പോൾ നീ മൂലം ദേശത്ത് നന്മ വെളിപ്പെട്ടു. സ്തോത്രം. ദേശത്ത് ദൈവമഹത്വം വെളിപ്പെട്ടു. ദൈവത്തിൽ ആശ്രയിച്ചവർ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട് പട്ടിണിയില്ലാതെ, കഷ്ടതയില്ലാതെ, രോഗമില്ലാതെ, ദുഃഖമില്ലാതെ സന്തോഷത്തോടെ 2 വർഷക്കാലം പുലർത്തപ്പെട്ടെങ്കിൽ, ധനവാന്മാർ പലരും വീടിനകത്ത് കയറി കതകടച്ചു, പുറത്തിറങ്ങാൻ കഴിയാതെ ഭയം നിഴലിച്ചു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. ആ ധനവനോട് ചോദിച്ച ഒരു ചോദ്യമാ, നിന്റെ പ്രാണനെ ഇന്ന് രാത്രിയിൽ നിന്നോട് ഞാൻ ചോദിച്ചാൽ നിന്റെ നീ എവിടെ ചെലവഴിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാണന്റെ വിലയുണ്ടല്ലോ, നിന്റെ പ്രാണന്റെ വിലയുണ്ടല്ലോ, അത് നിനക്കറിയത്തില്ല. അത് മുഴുലോകത്തേക്കാൾ വലിയതാ. ആ പ്രാണനുണ്ടല്ലോ, ജീവിത അവസാനം വരെയും ആയുസിന്റെ മധ്യത്തിൽ എടുത്തു കളയുവാനല്ല കർത്താവ് നിനക്ക് പ്രാണനെ നൽകി തന്നത്, ജീവനെ നൽകി തന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നിന്റെ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെ കണ്ട് ദീർഘായുസോടെ ഇരിക്കാനാ ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചത്. സ്തോത്രം. നിന്നിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം തികച്ചെടുക്കുന്ന നാളുവരെയും ഒരു രോഗത്തിന് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതകളുടെ നടുവിൽ വെളിപ്പെട്ടു വരുന്ന പൈശാചിക ശക്തികൾക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നത് സർവശക്തനായ ദൈവമാ. അത് ഉറപ്പുണ്ടായിരിക്കണം. സ്വത്രം. ഇവിടെ ആ ധനവാൻ തൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ദൈവമുഖത്തേക്ക് നോക്കി. സ്വത്രം. അവന് മനസ്സിലായി, എൻ്റെ ബുദ്ധിക്കും എൻ്റെ ശക്തിക്കും എൻ്റെ കഴിവിനും എൻ്റെ സമ്പത്തിനും എൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ പ്രാണൻ തന്നവന് മാത്രമേ ആ പ്രാണനെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഇവിടുത്തോളം കൊണ്ടുവന്ന സർവശക്തനായ ദൈവം ഇനിയും നിന്നെ നടത്തുവാൻ ശക്തനാ. നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. സ്തോത്രം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 9-10 വാക്യം. നോക്ക്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ രക്ഷിതാവായ കർത്താവ് നീ ചോദിക്കുന്നതെല്ലാം തരുമെന്ന്. സ്തോത്രം. ഇവിടെ വചനം പറയുകയാണ്, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന ഒരു പിതാവുണ്ടോ? അടുത്ത മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയോ ഉണ്ടോ? ഇല്ല. അടുത്ത സ്വത്രം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് മാത്രം കൊടുത്ത് അവരെ സന്തോഷത്തോടെ പുലർത്തുവാൻ
ആഗ്രഹിക്കുന്നെങ്കിൽ നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ കടന്നു വന്ന് മുഴങ്കാല് മടക്കി ഉയരത്തിലേക്ക് നോക്കുന്ന നിന്റെ സർവശക്തനായ ദൈവം നിനക്ക് തരുവാനിരിക്കുന്ന നന്മകൾ എത്ര അധികമെന്ന് നീ ചിന്തിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്നെ പോലെയുള്ള പല സഹോദരങ്ങൾ ശ്വാസം കിട്ടാതെ ICUവിൽ ഈ പകൽക്കാലം കിടക്കുക. സ്തോത്രം. നിന്നെ പോലെ പല സഹോദരങ്ങൾ ഈ പകൽക്കാലം സ്തോത്രം തെരുവീതിയിൽ ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ട് ആരുമില്ലാതെ കിടക്കുന്നു. നിന്നെ പോലുള്ള അനേക സഹോദരങ്ങൾ ഒന്ന് എഴുന്നേൽപ്പാൻ കഴിയാതെ ഇന്നലെ കടന്ന കിടക്കയിൽ നിരാശയോടെ കിടക്കുമ്പോൾ നീയും ഞാനും സന്തോഷത്തോടെ കരമടിച്ച് സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ഇവിടുത്തോളം കൊണ്ടുവന്നത് നിന്റെ മിടുക്കല്ല, എൻ്റെ മിടുക്കല്ല, നിന്റെയും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അവൻ ചെയ്ത വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഴുമഹത്വം കുഞ്ഞ് ദൈവത്തിന് കൊടുക്ക്. ഒരു വൈദ്യന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, ഒരു ശാസ്ത്രത്തിന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, ഒരു ലോകത്തിലെ ഒരു വ്യക്തിക്കും നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. അതിനെല്ലാത്തിനും പരിധിയും പരിമിതിയുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ തോറ്റുപോകത്തില്ല. സ്തോത്രം. നോക്ക്, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അങ്ങനെ തോൽക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് കയ്പും മധുരവും കൂടെ പുറപ്പെടത്തില്ല. സ്തോത്രം. വായിക്കാം. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10, 11, 12. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10, 11, 12. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സ്തോത്രം. നോക്ക്, ലോകത്തിലെ മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ യാക്കോബ് ലേഖനം എഴുതാൻ പറയുന്നത്. ലോകത്തിലെ മനുഷ്യൻ്റെ വായിൽ നിന്ന് സ്തോത്രവും പുറപ്പെടുന്നുണ്ട്, പിന്നെന്താ പുറപ്പെടുന്നു? ശാപവും പുറപ്പെടുന്നുണ്ട്. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടല്ലോ. സ്വത്രം. പള്ളിക്കകത്ത് കയറുമ്പം ഭയങ്കര ഭക്തിയാണ്. സ്വത്രം. പള്ളിക്കകത്ത് കയറുമ്പോൾ ഭയങ്കര ആരാധനയാണ്. പുറത്ത് വരുമ്പോൾ കുറ്റം പറച്ചില്ല. സ്വത്രം. പുറത്ത് വരുമ്പോൾ ശപിക്കുന്ന നാവ. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം പറയുന്ന നിന്റെ വായിൽ നിന്ന് ശാപത്തിൻ്റെ വാക്കുവിടൽ നിന്റെ വായെ അവൻ ബന്ധിക്കും. നിന്റെ നാവെടുത്ത് സംസാരിപ്പാൻ കഴിയാത്തതുപോലെ നീ തകർന്നു പോകും. അടുത്തേ, സഹോദരന്മാരെ, സ്വത്രം. ഇങ്ങനെയുള്ള സ്വഭാവം ശരിയായതല്ല, അതൊരിക്കലും പാടില്ലാത്തതാ. സ്വത്രം. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് യോഗ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വിട്ടൊഴിഞ്ഞ് മാറിപ്പോകണം. സ്വത്രം. അതിന് മറുപടി പറയാൻ നിൽക്കരുത്. കാരണം നിന്റെ നാവിൽ നിന്ന് ആരാധന ഉയരുന്നതാ. അതുകൊണ്ട് നിന്റെ നാവിനെ ഒരിക്കലും ശാപഗ്രസ്തമായ പ്രവൃത്തിക്ക് വേണ്ടി വാക്കുകളാൽ നീ നിന്റെ നാവിനെ വളയ്ക്കരുത്. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, അബ്രഹാമെ നീ ഒരു അനുഗ്രഹമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലേ, നീ ഒരു അനുഗ്രഹമാ. അനുഗ്രഹിക്കപ്പെട്ട നിന്റെ നാവിൽ നിന്ന് ഒരു ശാപവാക്ക് വീഴുവാൻ ഇടവരരുത്. സ്തോത്രം. അങ്ങനെ വന്നാൽ ദൈവകോപം നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ നല്ല പകൽക്കാലം പറയട്ടെ, ദൈവത്തിൻ്റെ മഹത്വം അതതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടാൽ ഒരിക്കലും നീ തോറ്റുപോകത്തില്ല. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 26 വരെ. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 26 വരെ. സ്തോത്രം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവഴുത്ത് അതിന് തൊട്ട്
മുമ്പ് ഒന്ന് വായിച്ചു തുടങ്ങിയാൽ കാണാൻ കഴിയും. ഒരു ധനവാൻ ജീവിച്ചിരുന്നു, ഒരു ദരിദ്രൻ ജീവിച്ചിരുന്നു. സ്തോത്രം. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്ന് തൃപ്തനാകുവാൻ വേണ്ടി നായ്ക്കളോടുകൂടെ മേശയുടെ അടിവാരത്തിൽ കിടന്നവൻ മരിച്ചു. ആഡംബരത്തോടെ ജീവിച്ചിരുന്ന ധനവാനും മരിച്ചു. സ്തോത്രം. ഈ നല്ല പകൽ പറയട്ടെ, മനുഷ്യനായി ഭൂവിൽ പിറന്നാൽ നീയും ഞാനും മരിച്ച് മൺമറയും. എന്നാൽ നിനക്കും എനിക്കും ഒരു പ്രത്യേകത ഉണ്ട്. ആ മരണത്തിന് ആ മണ്ണിനോട് നിന്നെ ചേർത്ത് വയ്ക്കാൻ കഴിയത്തില്ല. മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് വാനമേഘത്തിൽ വന്ന് എൻ്റെ പ്രിയ മക്കളെ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ, കുഞ്ഞേ, നീ നൊടിനേരം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച് വാനമേഘത്തിൽ കർത്താവിനോട് വാസം ചെയ്യണമെന്ന് പറന്നുയരും. സ്തോത്രം. ഈ നല്ല പകലിൽ അതിനുവേണ്ടി കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുന്ന ഈ മണ്ണിന്റെ ശരീരം എന്ന് പറഞ്ഞ് നീ മണ്ണിനേക്കാൾ ആഗ്രഹിക്കേണ്ടത് വിണ്ണിലേക്ക് നീ ആശ്രയിക്കണം. സ്തോത്രം. നോക്ക്, ധനവാനും മരിച്ചു, ലാസർ മരിച്ചു. സ്തോത്രം. ധനവാനോ സ്തോത്രം ദയയുള്ളവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു. നോക്ക്, ഇല്ലെങ്കിൽ ഒരിക്കലും ആ ദരിദ്രനെ തൻ്റെ മേശയുടെ താഴ്ത്ത് കിടത്തത്തില്ല. സ്തോത്രം. എന്നാൽ ആ ദരിദ്രൻ മാത്രമായിരുന്നില്ല, സ്വത്രം, കുറെ നായ്ക്കളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്ര പോലും ഈ ദരിദ്രന് ആ ധനവാൻ വില കൊടുത്തിരുന്നില്ല. സ്തോത്രം. എന്നാൽ മരിച്ചപ്പോൾ ധനവാന്റെ ആഡംബര സുഖത്തിൽ തനിക്ക് കഴിയാൻ കഴിഞ്ഞില്ല. താൻ നരകത്തിലേക്ക് പോയി. നിരാശയോടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ധനവാന്റെ അടുക്കൽ യാചിച്ചു കിടന്ന ആ ദരിദ്രനോ സ്വർഗത്തിലേക്ക് പോയി. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകത്തിൻ്റെ മാനത്തേക്കാൾ ദൈവത്തിൻ്റെ മഹത്വം വലിയതെന്ന് വിശ്വസിച്ചിട്ട് എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സന്തോഷമായി യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവത്തോടുകൂടെ ചേർന്ന് നില്ല് കുഞ്ഞേ. നീ ഒരിക്കലും ലോകത്തിന് മുമ്പിൽ തോറ്റുപോകാൻ എൻ്റെ സ്വർഗത്തിൽ ദൈവം സമ്മതിക്കത്തില്ല. പലരും കാണിക്കുന്നത് കണ്ടിട്ട് നീയും അതിൻ്റെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നോക്ക്, ഒടുവിൽ നീ മഹത്വം കാണുമ്പോൾ നിന്റെ കൂടെ നിന്നവർ അയ്യം വിളിക്കുന്നത് നിനക്ക് കേൾപ്പാൻ കഴിയും. നോക്ക്, നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ അബ്രഹാം പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറയുക, അബ്രഹാം പിതാവേ, ഞാൻ വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് ഒന്ന് വിടുവിപ്പാൻ അവിടുത്തേക്ക് മനസ്സലിവ് തോന്നണമേ. സ്തോത്രം. എത്ര നാളുകൾക്ക് മുമ്പ് പലവട്ടം ഈ ധനവാന്റെ കാതുകളിൽ കേട്ടതാ, വിടുതലുണ്ട്, വിടുതലുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. യേശുവിൻ്റെ വചനമനുസരിച്ച് അത്ര പ്രകാരം ജീവിക്കെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ധനവാൻ കേട്ടു. പക്ഷേ അന്നേരമെല്ലാം ആ ധനവാൻ എന്ത് പറഞ്ഞെന്നറിയുമ്പോൾ, പെന്തിക്കോസുകാർക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട്, അവർക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വളവളാന്ന് അവരിങ്ങനെ ദേശത്തെല്ലാം നടന്ന് ഇങ്ങനെ ആർത്തു കൂവി അട്ടഹസിച്ച് നടക്കിയ ഞാനോ സ്വത്രം അനുഗ്രഹിക്കപ്പെട്ട വലിയ മണിസൗധമുള്ള പള്ളിക്കകത്ത് കുർബാന കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന എന്നെയാണോ നീ മാനസാന്തരപ്പെടുത്താൻ വരുത്തെന്ന് പറഞ്ഞ് അന്ന് ദൈവദാസന്മാരെ മുഴുവനും ആക്ഷേപിച്ച് പുറത്താക്കിയ അവനിപ്പം നരകത്തിൽ കടന്നുകൊണ്ട് ദരിദ്രന് കയ്യിലിത്തിരി വെള്ളം കൊടുത്തു വിടെന്ന് പറഞ്ഞ് ഇപ്പം കടന്ന് നിലവിളിക്കുക. സ്വത്രം. എൻ്റെ കർത്താവ് പറഞ്ഞത് അതിനെ തിരിഞ്ഞൊന്ന് ചിന്തിക്കാതെ ആരേറ്റെടുത്തിട്ടുണ്ട് അവരെല്ലാം ഭൂമിയിൽ ബലപ്പെട്ടിരുന്നു. സ്തോത്രം. അബ്രഹാം പിതാവ് പറയാം, കുഞ്ഞെ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരുവാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനും കഴിയത്തില്ല. നമ്മുടെ ഇടയിൽ ഒരു വലിയ വിടവുണ്ട്. സ്വത്രം. ധനവാൻ നോക്കി, ശരിയാ, എനിക്ക് മേലോട്ടും പോകാനൊക്കത്തില്ല, മേളിയിരിക്കുന്നവർക്ക് താഴോട്ടും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അബ്രഹാം പിതാവേ, ഒരു കാര്യം ചെയ്യണേ. സ്വത്രം. ഈ ഭൂമിയിൽ എൻ്റെ സഹോദരങ്ങളുണ്ട്, അവർ ഈ നരകത്തിൽ വരാതെ ഇരിക്കേണ്ടതിന് നീ ഒന്ന് അവരുടെ അടുക്കിലേക്ക് ആ ദരിദ്രനെ ഒന്ന് വിട്ടേരെ.
സ്വത്രം കുഞ്ഞേ, ഇക്കാലത്ത് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും നീ ഒരു ദരിദ്രനായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. സ്വത്രം. ലോകരുടെ മുമ്പിൽ നീ ഒന്നുമില്ലാത്തവനെന്നൊരു പക്ഷേ നിനക്ക് തോന്നാം, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലുണ്ടല്ലോ സകലതും സർവമുള്ളവനാ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആ കർത്താവ് നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം മുഴുവൻ ലോകത്തിനും സ്വർഗരാജ്യത്തിനും അവകാശിയാ നീ. ആ അവകാശത്തെ ലോകത്തിൽ ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തതുപോലെ സർവശക്തനായ ദൈവം നിനക്ക് ദാനം തന്നിരിക്കുമാ. അങ്ങനെയാണെങ്കിൽ ആ ധനവാന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയത് സ്തോത്രം ദൈവത്തിൽ നിന്ന് തനിക്ക് ഒരു നീതി ലഭിക്കത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, സ്തോത്രം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം. അതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്ത് തന്നെ, മോളെ അവിടെ കൈവച്ചോണേ. സ്വത്രം. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച നിന്റെ ജീവിതം ഒരിക്കലും ദാരിദ്ര്യത്തിൽ ചെന്ന് അവസാനിച്ച് തകർന്നു പോകത്തില്ലെന്ന്. സ്വത്രം. ലോകം പറയും, സ്വത്രം. കുടുംബക്കാര് പറയും, കൂട്ടുകാര് പറയും, സ്വത്രം. നാട്ടുകാര് പറയും. ഇത്രയും വലിയ മനോഹരമായ പള്ളിയും ആരാധനയും ഇത്രയും വലിയ കൂട്ടായവും വിട്ടച്ച് നീ കൈയടിച്ചു തുള്ളുന്നവരുടെ കൂടെ പോയില്ലേ, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഉയർച്ച പ്രാപിക്കത്തില്ല. സ്വത്രം. ഇത് കേൾക്കുമ്പോൾ സ്വത്രം നമ്മുടെ ഉള്ളം കത്തും. സ്വത്രം. ഞാൻ പറയട്ടെ, എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ വെച്ച വീടും എനിക്കുള്ള ഓഹരിയും തരാം, നീ ഈ പുസ്തകം മാറ്റി വെച്ചിട്ട് ഇഞ്ഞു വന്നാ മതി. സ്വത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ യേശു അപ്പച്ചൻ എന്നോട് പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ? വെക്കാത്ത വീട്ടിൽ നിന്ന് കിടന്നുറങ്ങുമെന്നാ പറഞ്ഞത്, വെട്ടാത്ത കിടന്ന് കോരിക്കുടിക്കുമെന്നാ പറഞ്ഞത്, കണ്ടിട്ടില്ലാത്ത ദേശത്ത് നിന്നെ കൊണ്ടുപോയി നീ അനുഭവിച്ചിട്ട് നന്മ തരുമെന്നാ പറഞ്ഞത്. അത് അവൻ എനിക്ക് തന്നാലും തന്നില്ലെങ്കിലും അപ്പൻ്റെ വസ്തുവും വേണ്ട, ഞാൻ വെച്ച വീടും വേണ്ട, ദൈവം എനിക്ക് തരും. കർത്താവ് പറയുകയാണ്, എൻ്റെ നാമം നിമിത്തം, ഞാൻ നിമിത്തം നീ സമൂഹത്തിൽ അനുഭവിച്ച നിന്ദയ്ക്കും പരിഹാസത്തിനും ഒറ്റപ്പെടലിനും നിനക്ക് ഞാൻ പ്രതിഫലം തരും. എവിടെയാ? നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ സ്വർഗത്തിലാണെന്ന്. അങ്ങനല്ലേ പലപ്പോഴും പറയുന്നത്? ഇല്ല കുഞ്ഞേ, ഈ ഭൂമിയിലാ. സ്വർഗത്തിൽ എന്താ ഉള്ളത്? അവിടെ വസ്തു പിന്നെ ആ വകയും പണമൊന്നുമല്ല അവിടെ ഉള്ളത്. അവിടെ നിത്യമായ സന്തോഷവും സമാധാനവുമാണ്. അവിടെ നിത്യമായ ആരാധനയാണ്. ആരോടുകൂടെ? കർത്താവിനോടുകൂടെ, കുഞ്ഞാടിനോടുകൂടെ ആരാധനയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആരാധിക്കാൻ ഈ മൺശരീരം വിട്ടേച്ച് വിൺശരീരമായി രൂപാന്തരം പ്രാപിച്ച് നീ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ഈ ഭൂമിയിൽ നിനക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നിനക്ക് തരാതെ മറ്റുള്ളവർ പിടിച്ചു വച്ചിട്ടുണ്ടോ, അതിൻ്റെ 1000 മടങ്ങ് ഈ ഭൂമിയിൽ നിനക്ക് നീ സേവിക്കുന്ന ദൈവം തരും. സ്വത്രം. തന്നവരെല്ലാവരും അല്ലേ പറഞ്ഞേ? സ്വത്രം. ഇനി ഒന്നും തന്നില്ലെങ്കിലും ഞാനൊരു വലിയ സന്തോഷകരമായ ഒരു കാര്യം പറയാം. സ്വത്രം. 59 വർഷം ഭൂതലത്തിൽ പാർക്കുവാൻ ആവശ്യമുള്ളതല്ല ഇഷ്ടം പോലെ തിന്നു കുടിച്ച് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കാൻ എനിക്ക് തന്ന ആരോഗ്യം പോലെ ഉണ്ടല്ലോ. ഇതിനപ്പുറം വേറെ എന്താ വേണ്ടത്? കുറേ പണം കൂട്ടി ബാങ്കിലും ഇട്ട്, കുറേ പണം കൂട്ടി പോക്കറ്റിലും വെച്ച്, കുറേ പണം മേശക്കകത്തും വെച്ചിട്ട് തിന്നുവാനും കുടിക്കുവാനും കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം, അതിലൊരു 10 രൂപ എടുത്തിട്ട് ഒരു ബിസ്ക്കറ്റ്
ഡയറക്റ്റ് വാങ്ങിച്ച് കഴിക്കാൻ നിനക്ക് പ്രാപ്തിയില്ലെങ്കിൽ, നിനക്കതിന് കഴിയില്ലെങ്കിൽ, ഡോക്ടർ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് വീട്ടിനകത്ത് ശ്വാസം മുട്ടി എരിഞ്ഞടങ്ങാൻ അല്ല കുഞ്ഞ് കർത്താവ് നിന്നെ വിളിച്ചത്. സ്തോത്രം. ലോകത്തിലെ വൈദ്യന്മാരുടെ വൈദ്യമുണ്ടല്ലോ, അത് അല്പനേരത്തേക്ക് നിനക്ക് പ്രയോജനം വരത്തുള്ളൂ. എന്നാൽ സർവശക്തനായ ദൈവം 59 വർഷക്കാലം ആയുസ്സും ആരോഗ്യം ബലവും തന്ന് എന്നെ നിർത്തിയെങ്കിൽ നിങ്ങളെ നിർത്തിയത് ആ സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം നിങ്ങളെ അനാഥരായി വിടത്തില്ല. പലരും പറയും നീ ചത്തുപോകും, ഇന്ന രോഗം നിന്നെ പിടിക്കും, ഇന്ന കഷ്ടം നിന്നെ പിടിക്കും. അവരുടെ ശാപമുണ്ട്, ഇവരുടെ ശാപമുണ്ട്. അപ്പൻ, അമ്മ, കുഞ്ഞ്, അനിയത്തി, അവരൊക്കെ മേളിൽ കിടക്കുന്ന ശാപം നിന്റെ മേൽ വരും. ഇല്ല കുഞ്ഞേ, ലോകത്തിൽ ആര് നിനക്കെതിരെ വിളിച്ചു നേർന്നാലും മന്ത്രവാദം ചെയ്താലും കൂടുപാത്രം ഒരുക്കി നീ അതിൻ്റെ മേളിൽ കൂടെ നടന്നു പോയാലും അത് നിന്നെ തൊടത്തില്ല. സ്വത്രം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിനെ ചവിട്ടുവാനാ കർത്താവ് നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ശാസിച്ച് ജയമെടുക്കാനാ കർത്താവ് നിന്നെ ജീവനോടെ വച്ചിരിക്കുന്നത്. രോഗം കടന്നു വന്നില്ലേ? സ്വത്രം. രോഗം കടന്നു വന്നില്ലേ? സാമ്പത്തിക നഷ്ടം കടന്നു വന്നില്ലേ? കഷ്ടത്തിലൂടെ നീ കടന്നു പോയില്ലേ? സ്വത്രം. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കാത്ത പല മേഖലകളിൽ നീ കടന്നു പോയപ്പോ നീ വീണോ? ഇല്ല. നീ തകർന്നോ? ഇല്ല. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞപ്പോൾ അവർ പട്ടുപോയോ? ഇല്ല. നിന്റെ കൂട്ടാളി ഓർത്ത് നീ വിലപിച്ചപ്പോൾ ആ കൂട്ടാളി നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. നിന്റെ ഭവനത്തിലെ കലവറ ശൂന്യമായപ്പോൾ അതിനകത്ത് ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്നോർത്ത് നീ കരഞ്ഞപ്പോൾ അതിന് നിറച്ചു തന്നില്ലേ? എന്താ കുഞ്ഞെ ദൈവം നിനക്ക് ചെയ്തു തരാത്തത്? ഇനിയും ആഗ്രഹിക്കുന്നത് ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? അങ്ങനെയെങ്കിൽ നീ സേവിക്കുന്ന ദൈവം നിന്നെ കൈവിടത്തില്ല. സ്തോത്രം. നീ അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറക്കും. നമ്മുടെ ഭരണകർത്താക്കള് റേഷൻ തന്നാൽ സ്വത്രം എത്ര തരും? 5 കിലോ ഇല്ലെങ്കിൽ 10 കിലോ. സ്വത്രം. ഒരു 4 കുഞ്ഞുങ്ങളുള്ള ഇല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളും ഒരപ്പനും അമ്മയുമുള്ള വീട്ടിൽ ഈ 5 കിലോ റേഷൻ കൊണ്ട് ഒരാഴ്ച നിൽക്കാൻ പറ്റുമോ? സ്വത്രം. 5 കിലോ റേഷൻ കൊണ്ടൊരു 3 ദിവസം ഈ ലിഫ്റ്റിക്ക് തേക്കുന്ന പോലെ തിന്നാൽ നിൽക്കാൻ പറ്റും. നന്നായി കഴിച്ചാൽ 2 ദിവസം കൊണ്ട് അത് തീരും. സ്വത്രം. കർത്താവ് എന്തോ പറഞ്ഞത്? പട്ടിണി കിടക്കാനാണോ പറഞ്ഞത്? അല്ല, സമൃദ്ധിയായി ഭക്ഷിച്ച് ബലപ്പെട്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് പറഞ്ഞത്. സ്വത്രം. മരണകരമായി യാതൊന്ന് കഴിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പം നമ്മൾ എങ്ങോട്ടാ ഓടുന്നേ? ഓ, നിങ്ങൾ ആരും എങ്ങും ഓടാറില്ല. സ്വത്രം. ഒറ്റ ഓട്ടം. ഏത് സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ ആ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കലേക്ക്, ഏത് ഡോക്ടറുണ്ടോ ആ ഡോക്ടറുടെ അടുക്കലേക്ക്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞ് നിർത്തട്ടെ. സ്വത്രം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കുഞ്ഞുനാളിൽ എന്നെയൊക്കെ ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ അടുത്തിരിക്കും. ഞാനിങ്ങനെ ഡോക്ടർ ഇട്ടേക്കുന്ന കസേരയ്ക്കകത്തിരിക്കുമ്പം സ്റ്റൂളിനകത്തിരിക്കുമ്പം ഡോക്ടർ ആദ്യം മുതുകത്തൊന്ന് തട്ടും. ഇപ്പോഴത്തെ ഡോക്ടർമാർ അടുത്ത് വരുമോ? സ്വത്രം. മുതുകത്തൊന്ന് തട്ടിയിട്ടൊരു ചോദ്യം ചോദിക്കും. എന്താ മോനെ പ്രശ്നം? എന്താ മോളെ പ്രശ്നം? ഇപ്പോഴത്തെ ആൾക്കാർ മോനെ മോളെ എന്ന് വിളിക്കുമോ? നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ എന്തോ ഒരു ദഹനക്കേട് പോലെ. സ്വത്രം. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവരിത് പഠിച്ചെങ്കിലും അവരതിന് പ്രവർത്തിക്കാൻ അവർക്ക് ബുദ്ധിയില്ല. ഭയമാണ്. സ്വത്രം. ഭയം. സ്വത്രം. മാത്രമല്ല അവർക്ക് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പണ്ടുള്ള ഡോക്ടർമാർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം, ജീവിക്കുന്ന ദിവസം സന്തോഷത്തോടിരിക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. സ്വത്രം. നമുക്കൊക്കെ ഭയമാ. അതുകൊണ്ട് എപ്പോഴും തട്ടിപ്പോകാം എന്നുള്ള ചിന്തയാണ്. ഡോക്ടർ അങ്ങോട്ട് നോക്കിയിട്ട് ദൂരത്ത് മാറിയിരുന്നിട്ട് പറയും, പോയി പ്രഷർ ചെക്ക്, ഷുഗർ ചെക്ക്, കൊളസ്ട്രോൾ ചെക്ക്. സ്വത്രം. ഇതൊന്നുമില്ലെങ്കിൽ അവർ ഇല്ലെന്ന് പറയത്തില്ല. ഉടനെ അവർ ഹാർട്ടിൻ്റെ വാൽവിന് പ്രോബ്ലമാണ്. അപ്പോഴത്തേക്ക് ടെൻഷൻ കയറും. സ്വത്രം. നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പണം ചൂഷണം ചെയ്യാമോ, നിന്നെ എങ്ങനെ ദരിദ്രനാക്കാമോ, നിന്റെ സ്വസ്ഥത തല്ലിക്കെടുത്തി പാപത്തിലും ശാപത്തിലും നിന്നെ തള്ളിയിട്ടേച്ച് നിന്നെ ഒരു മുഴുത്ത രോഗിയാക്കി മാറ്റാൻ ഈ ഡോക്ടർമാർ പലരും ശ്രമിക്കുമ്പം കുഞ്ഞ് നീ ഒന്ന് മനസ്സിലാക്കണം, നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ല.
ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ICUവിൽ നിന്ന് തള്ളിയ അനേക സഹോദരങ്ങൾ ഇന്ന് ജീവനോടെ ഇരുന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഹാർട്ട് മുഴുവനും തകർന്ന് ക്യാൻസർ ബാധിച്ചിട്ട് മരിച്ചു പോകും, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തള്ളിവിട്ടവർ അനേകരിന്ന് എഴുന്നേറ്റിരുന്ന് യേശുവിന് മഹത്വം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. വേറെ ആരെയും നോക്കണ്ട. മരിച്ചു പോയെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് ഒറ്റ സെക്കൻഡ് ജീവൻ മടക്കി കൊടുത്ത ദൈവത്തെയാ ഈ പകൽ ഞാൻ വിളിച്ചു പറയുന്നത്. ഡോക്ടർ പറഞ്ഞ് ഒരു 5 മിനിറ്റിന് മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യ രക്ഷപ്പെടുമായിരുന്നു. സ്തോത്രം. 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രാണനോട് മല്ലിടുമ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂറിന് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കിഡ്നിയെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ തലച്ചോറും നട്ടലും പഴുത്തുപോയ എൻ്റെ ഭാര്യയുടെ തലച്ചോറും നട്ടലും പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ കുഞ്ഞ, ഈ ലോകത്തിലെ ഒരു വൈദ്യനും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി തരാൻ കഴിയത്തില്ല. അല്പം അല്പം മാത്രം തന്നിട്ട് നിന്നെ നിരാശയിലേക്ക് തള്ളിവിടുമ്പോൾ എൻ്റെ കർത്താവ് പറയുക, ഞാൻ പൂർണ്ണനാണ്, നീ എന്നോട് കൂടെ വരെങ്കിൽ നിന്റെ അപൂർണതയെ മാറ്റി പൂർണ്ണാക്കി തരുവാൻ ഞാൻ മതിയായവനാ. സ്തോത്രം. ദൈവം നമുക്ക് ബുദ്ധി തന്നു, ദൈവം നമുക്ക് വിദ്യാഭ്യാസം തന്നു, ദൈവം നമുക്ക് പണം തന്നു, ദൈവം നമുക്ക് വീട് തന്നു, ദൈവം നമുക്ക് പോകുവാനും വരുവാനുള്ള ആരോഗ്യം ബലവും തന്നു, ആവശ്യത്തിന് സൗന്ദര്യം തന്നു. ആ തന്ന ദൈവത്തെ മറന്ന് കുഞ്ഞെ, ഈ ലോകത്തിൽ പലതും വെട്ടിപ്പിടിക്കാൻ നീ ഓടുമ്പോൾ ഓർക്കണം, നീ വീണാൽ നിന്നെ എടുക്കുവാൻ ആരും വരത്തില്ല. നീ തകർന്നൊന്ന് കരഞ്ഞാൽ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ആരും വരത്തില്ല. സ്തോത്രം. നിനക്കൊരു പ്രതികൂലം ആഞ്ഞടിച്ചാൽ നിന്റെ കൂടെ നിന്നവരെല്ലാം നിന്നെ ഇട്ടേച്ചു പോകും. എന്നാൽ അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ യേശുവിൽ നീ ആശ്രയിച്ചാൽ വീഴുവാനും ഇടവരത്തില്ല, തകർന്നു പോകുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല, രോഗം നിന്നെ വിഴുങ്ങിക്കളയാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ രോഗത്തെ എടുത്തു മാറ്റി, നിന്റെ ശാപത്തെ നീക്കി, നിന്റെ കടഭാരം മാറ്റി, നിന്റെ കണ്ണുനീര് തുടച്ച്, നിന്നെ നിന്ദിച്ചവിടെ മുമ്പിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ നീ മാത്രം മതിയെന്ന്. സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്തോത്രം. കർത്താവേ നീ മാത്രം മതി. സ്തോത്രം. നിന്റെ കൃപ മാത്രം മതി. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും നമ്മുടെ കഴിവിനും അപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ലോകം മുഴുവനും നിന്നെ വിടക്കുന്നുണ്ടുമ്പോൾ, നിന്റെ മാതാപിതാക്കൾ നിന്നെ കൈവിടുമ്പോൾ, നിന്റെ സ്നേഹിതർ നിന്റെ ഇല്ലായ്മകൾ വരുമ്പോൾ, നിന്നെ തള്ളി മാറ്റി നിർത്തുമ്പോൾ, എന്തെല്ലാം വന്നാലും ഞാൻ നിന്നെ കൈവിടത്തില്ല, അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നീ പറ, കർത്താവേ ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, എൻ്റെ യേശുവിൻ്റെ പാതയിൽ പോകാനുള്ള കൃപ അവിടുന്ന് തന്നാ മതി എന്ന് പറഞ്ഞ് കർത്താവിനോട് നീ ഒന്ന് പറഞ്ഞു നോക്കു. കുഞ്ഞേ, നീ തോൽക്കുകയില്ല, നീ ജയിച്ച് ജയാളിയായി വരും. നിന്നെ കാണുന്നവർ നിന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് ഈ ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞ് നിന്റെ ചാരത്തേക്ക് നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരും ചേർന്നു വരും. സ്തോത്രം. അതിനുവേണ്ടിയ കർത്താവ് നിന്നെ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് വിളിച്ചത്, കഷ്ടത്തിന്റെ നടുവിൽ നിന്ന് വിളിച്ചത്, കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് വിളിച്ചത്, തകർച്ചയിൽ നിന്ന് നിന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നൽകി തന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം വിശുദ്ധ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറ. സ്തോത്രം.